ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസങ്ങളായല്ലേ ഞാൻ അടുക്കള വ്ളോഗും കുക്കിംഗ് വ്ളോഗും ഒക്കെ ഇട്ടിട്ട്. ഒരുപാട് ദിവസം എന്ന് പറഞ്ഞാൽ മാസങ്ങൾ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു ചെറിയൊരു വ്ളോഗ്, ഒരുപാട് ആർഭാടങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് വ്ളോഗ് ചെയ്യാനായിട്ട് എനിക്ക് ചെറിയൊരു ഇൻട്രസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും കുറേ ആയില്ലേ ചേച്ചി വ്ളോഗ് ഇടുമെന്ന് പറയണത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് കാണാനൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ എന്നോട് വ്ളോഗ് ഇടാനായിട്ട് പറയണത്. അപ്പം ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. രാവിലെ ചായയും പുട്ടും പപ്പടമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അതൊക്കെ കഴിച്ച് എല്ലാവരും പോയി. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, അഭിമോനുണ്ട്, ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ അതാ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടോ, അടിച്ചു വാരലൊന്നും കഴിഞ്ഞിട്ടില്ല, വേഗം ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. അത് പിന്നെ തീ ചിലപ്പോൾ കത്തും ചിലപ്പം കത്തൂല, അങ്ങനെ ആയി കളിക്കണോണ്ടാണ് ഞാൻ രാവിലെ തന്നെ അത് വെച്ചത്. കുറച്ച് സമയമാകുമ്പോഴേക്കും നമ്മൾ പണിയൊക്കെ കഴിയുമ്പോഴേക്കും ആ വെള്ളം ചൂടായിട്ട് വരുള്ളൂ. ചില ദിവസം തീക്കൊരു പ്രത്യേക പുന്നാരക്കളിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതവിടെ ഇങ്ങനെ കിടന്ന് കത്തിക്കോട്ടെ വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ എല്ലാവരൊക്കെ പോയി കഴിഞ്ഞു. ഞാൻ പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ച് പാത്രം കഴുകലും അടിച്ചു വാരലൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ളൊരു തിരക്കിലാട്ടോ. അപ്പോൾ കുറച്ച് പാത്രമുണ്ട്, അതൊന്ന് കഴുകി വെക്കട്ടെ. അപ്പോഴേക്കും നമ്മളെ വെള്ളമൊക്കെ ചൂടായി തിളച്ചൊക്കെ വന്നോളും. അപ്പോഴേക്കും എൻ്റെ കുറച്ച് ജോലികളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വെച്ചിട്ടുള്ള തിരക്കിട്ട പണിയിലാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ കൂടെ കൂടി ചാനലൊക്കെ സപ്പോർട്ട് ചെയ്ത് എന്താ പറയുക കട്ടയ്ക്ക് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇനി ഞാനതാ മീനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് തോന്നണേ. അപ്പോൾ അതിലേക്ക് കുറച്ച് പുളി വേണമല്ലോ, അപ്പോൾ നമുക്ക് പുളി വെള്ളത്തിലിടാനായിട്ട് വെള്ളമൊക്കെ എടുത്ത് വെച്ചിന് കേട്ടോ. കുറച്ച് ചൂടുവെള്ളത്തിലിടാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. അങ്ങനെയാകുമ്പോൾ ഇല്ലേ പുളി നമുക്ക് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ. ഈ ട്രിക്ക് എല്ലാവർക്കും അറിയണതായിരിക്കും, എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, പിന്നെ കുറച്ച് തക്കാളി, 2 പച്ചമുളക് കേട്ടോ, ഒരു തക്കാളിയും 2 പച്ചമുളകും. കുറച്ച് കറി വെക്കണുള്ളൂ, കാരണം വലിയ മത്തിയാണ്, അതൊരു 5-6 ഉള്ളൂ. അപ്പോൾ ഒരുപാട് കറിയൊന്നും വെക്കണില്ല, ചെറുതായിട്ടൊരു കറിയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ഞാൻ ഒന്ന് അടിച്ചു വാരിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇവിടെ മക്കളെ റൂമാണ്, അമ്മയും മക്കളും കിടക്കുന്ന റൂമാണ് കേട്ടോ. അവിടെ പാപ്പമോള് കട്ടിലിൽ കിടക്കുന്നുണ്ട്, ഉറങ്ങുകയാണ്. അഭിമാൻ അപ്പുറത്തെ സൈഡിലുള്ള കട്ടിൽമേലുണ്ട്. ആ റൂമിൽ 2 കട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒച്ച ഉണ്ടാക്കാതെയാണ് അടിച്ചു വരണത്. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ കട്ടിലിൻ്റെ ചോട്ടിലോ ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കണതുകൊണ്ട് രാവിലെ അങ്ങനെ ഒരു അടിച്ചു വാരുള്ളൂ കേട്ടോ. കാരണം അവൻ ഉറങ്ങുമ്പോൾ പിന്നെ ചൂല് കട്ടിലിൻ്റെ മേലേക്ക് തട്ടി ഒച്ചപ്പാടുണ്ടാകുമ്പോൾ അവനത് ഭയങ്കര ഇതാവൂലേ. കാരണം അവൻ നല്ലോണം നേരം വൈകിട്ട് വന്ന് കിടന്നുറങ്ങണ ഒരാളാണ്. അവന് ചെറിയ വർക്കിനൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പം 12:30 ആവും വീട്ടിലെത്താൻ. പിന്നെ ചോറൊക്കെ തിന്ന് കിടന്നുറങ്ങുമ്പോൾ തന്നെ സമയം 2 മണി 2:30, എന്തായാലും 3 മണീൻ്റെ അടുത്താവും അവൻ കിടന്നുറങ്ങാൻ. അപ്പോൾ അവൻ കിടന്നോട്ടെ വിചാരിച്ചു. അവൻ 10:30 ആകുമ്പോഴേ എണീക്കുള്ളൂ. 10 മണിക്ക് അലാറം വെച്ച് ഒരു 10:30 ആകുമ്പോഴേക്കും അവൻ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ പോവും രാവിലെ. അപ്പോൾ അതുവരെ അവൻ ഉറങ്ങട്ടെ വിചാരിച്ച് വല്ലാതെ ഒച്ചയൊന്നും ആക്കൂല, റൂമൊക്കെ അടച്ചിടും ഞാൻ. അപ്പോൾ നമ്മൾ അവിടുത്തെ റൂമും അടിച്ചു വാരി ഡൈനിങ് ഹാളും എല്ലാം അടിച്ചു വാരി ഞാൻ ക്ലീൻ ആക്കിയിട്ടാ. അപ്പോൾ ചെറിയൊരു വെയിലിൻ്റെ ഉദിപ്പൊക്കെ രാവിലെ ഉണ്ടായിട്ടുണ്ടേനി, പിന്നീട് പക്ഷേ ഭയങ്കര മഴയൊക്കെ തന്നെ കേട്ടോ. ഒന്ന് വലിയൊരു സുഖമില്ലാത്തൊരു ദിവസം. അപ്പോൾ നമ്മളെ ഡൈനിങ് ടേബിളാണ്. വീടിൻ്റെ ഉൾവശം ഇങ്ങനെ വല്ലാണ്ട് ആരും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ലല്ലേ, അപ്പോഴേക്ക് ക്യാമറയ്ക്ക് എന്തോ ഒരു പ്രോബ്ലം. അപ്പോൾ ഇതാ അബിക്കുള്ള പുട്ടും പപ്പടമൊക്കെ മേശമേലുണ്ട്. ചായ പിന്നെ ഞാൻ അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കും, ചൂട് പോവരുത് എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ആര് ചായ കുടിച്ച് കഴിഞ്ഞാലും കുറച്ച് ചായ എപ്പോഴും ഞാൻ ചൂടത്ത് അവിടെ കൊണ്ടുവയ്ക്കും. കാരണം മക്കൾക്ക് എണീച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ചായ വേണ്ടതുള്ളൂ. അതുകൊണ്ട് പിന്നെ ചൂട് ആറണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കും. പക്ഷേ അതിപ്പം ഞാൻ വെച്ചിട്ടില്ല കേട്ടോ, കാരണം തീ നല്ലോണം പിടിച്ചതിന് ശേഷമേ വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പുക ചോദിക്കും. അങ്ങനെ നമ്മളെ മീനൊക്കെ സെറ്റായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ കുളിക്കാനും കൂടി അപ്പുറത്തെ സൈഡിൽ കുറച്ച് വെള്ളം വെച്ചിന് കേട്ടോ. അതവിടെ ഉണ്ടാകുമ്പോഴേ ചോറൊക്കെ വേവുമ്പോഴേക്കും അത് നല്ലോണം ചൂടായി വന്നോളൂ. എല്ലാവർക്കും അറിയണ പോലെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം, എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാൻ ഭയങ്കര അലർജിയാണ്, ഭയങ്കര ചൊറിച്ചിൽ പോലെ കേട്ടോ, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാ നമ്മൾ കുറച്ചും കൂടി വെള്ളം കൂടുതലായപ്പം വെള്ളം എടുത്ത് മാറ്റി വെക്കേണ്ട കേട്ടോ, വേണമെങ്കിൽ ചായയിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ മീൻ ഇനി ഒന്ന് കഴുകിയെടുക്കണം. അമ്മ രാവിലെ മുറിച്ച് വെച്ച് പോയതാട്ടോ, അതുകൊണ്ട് തന്നെ അതൊന്ന് കഴുകി നല്ല വൃത്തിക്ക് എടുക്കണം. കഴുകിയെടുത്തിട്ട് നമുക്ക് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കാം, അല്ലെങ്കിൽ എന്താ പറയുക. അപ്പോൾ ഞാനത് നല്ല വൃത്തിക്ക് കഴുകി വെക്കേണ്ട കേട്ടോ. ഒരു വട്ടം കഴുകിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണ്, കാരണം എൻ്റെ വർക്കുകളൊക്കെ അടുക്കളയിൽ ഇങ്ങനെ സാവധാനേ നടക്കുള്ളൂ. അപ്പോഴേക്കും മീൻ പുറത്ത് വെച്ചാൽ പിന്നെ മീൻ കേടുവരും.
അപ്പോൾ അതൊക്കെ കഴുകിയെടുത്ത് നല്ല അടിപൊളിയാക്കിന് കേട്ടോ. നല്ല മത്തിയാണ്, നല്ല പഞ്ഞിയുണ്ട് കേട്ടോ. പഞ്ഞി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, അതിൻ്റെ ഉള്ളിലുള്ള ചിലവരെന്താ പറയുക പരിഞ്ഞിയിലോ അങ്ങനെ എന്തൊക്കെയോ പറയുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് സാധനം കേട്ടോ, പുറത്തേക്ക് എടുത്തില്ല. ഞാൻ മീൻ മുറിക്കുമ്പോൾ അത് പുറമേക്കൊക്കെ എടുക്കും കേട്ടോ. അമ്മ മീൻ മുറിക്കുമ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് റെഡിയാവും. എനിക്കതങ്ങനെ ശരിയാവില്ല, എന്താവോ ഞാൻ മീൻ മുറിക്കുമ്പോൾ അതൊക്കെ പുറത്തേക്ക് വരും. അങ്ങനെ ഞാൻ തക്കാളിയും പച്ചമുളകൊക്കെ അരിയിട്ടിട്ട് ഒരു തക്കാളി എടുക്കണുള്ളൂ, 2 പച്ചമുളകും. കാരണം കറി ഓവർ എരിവ് വേണ്ട വിചാരിച്ചിട്ടാട്ടോ. ഇവിടെ 2 മക്കൾക്കും വലിയ താല്പര്യമില്ല കറി എരിവ് കൂടുന്നതേ. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് മാത്രമേ അങ്ങനെ എടുക്കലുള്ളൂ. സത്യം പറയിച്ചപ്പോൾ ഒരുപാട് എരിവ് കുറച്ചിട്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കുക. നന്ദുമോൾ എപ്പോഴും പറയും അമ്മ എരിവ് കുറയ്ക്കണേ. കറി വെക്കുമ്പോഴേക്ക് നന്ദു വീട്ടിലുണ്ടെങ്കിലും പറയും അങ്ങനെ, അമ്മ എരിവ് കുറയ്ക്കണം കേട്ടോ. അബി ആയാലും അബിക്കും എരിവുള്ള കറീനോട് വലിയ താല്പര്യമില്ല. അങ്ങനെ ഞാനതൊക്കെ മുറിച്ച് അവിടെ സെറ്റാക്കി വെച്ചിന് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായില്ല എന്നൊക്കെ കമൻറ്റ് ഇടണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെ ഇല ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടി പോയതാണ്. നന്ദു റെഡിയാക്കി വെച്ചതാണ് കറിവേപ്പിൻ്റെ ഇലയൊക്കെ വേറൊരു പാത്രത്തിലൊക്കെ അതിൻ്റെ ഇല്ലയൊക്കെ മാറ്റി വെച്ചിട്ട് ഇല മാത്രം എടുത്തൊരു ബോക്സിലൊക്കെ ആക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ചതാട്ടോ. പകൽ ആരും ഉണ്ടാവില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. മക്കളെല്ലാവരും പോവും, എല്ലാവരും പോവുമല്ലോ. ചില ദിവസങ്ങളിൽ മാത്രം പിന്നെ അബി ഉണ്ടാവും, അല്ലെങ്കിൽ നന്ദുന് കോളേജില്ലെങ്കിൽ നന്ദു ഉണ്ടാവും. അങ്ങനെ പിന്നെ പണിയില്ലെങ്കിൽ എല്ലാവരും ഇവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ മീൻ കറി വെക്കാൻ വിചാരിച്ചേ. ചീനച്ചട്ടി വെച്ചിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മത്തിക്കറിയിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുത്താൽ അത് നല്ല ടേസ്റ്റാണേ. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല. ഉലുവ ഇട്ട് കൊടുത്ത് അധികം ഇവിടെ മത്തി തന്നെയാണ് കേട്ടോ വാങ്ങൽ. കാരണം നായക്കുട്ടികളുള്ളതുകൊണ്ടേ വേറെ അങ്ങനെ മീനുകളൊന്നും പോകൂല. കുഞ്ഞു മീനുകളൊന്നും അവർക്ക് ഇഷ്ടമല്ല. ഒന്നില്ലെങ്കിൽ മത്തി, അയില, പിന്നെ വലിയ വലിയ മീനുകളോടൊക്കെ ഇഷ്ടമാണ്. പക്ഷെ വലിയ വലിയ മീനുകൾ വല്ലാതെ വാങ്ങലില്ല. കാരണം ഇവിടെ ഞാനങ്ങനെ വലിയ മീൻ കൂട്ടില്ല, അമ്മയും കൂട്ടില്ല, മക്കളും സിനേട്ടനും കൂട്ടും. ഇടയ്ക്ക് സൂതൊക്കെ വാങ്ങും. നായ്ക്കുട്ടിയൊക്കെ ഇടയ്ക്കൊക്കെ വേറെ മീനുകളൊക്കെ വാങ്ങും, അല്ലെങ്കിൽ ഇടയ്ക്ക് ചിക്കൻ വാങ്ങിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഇവിടെ എന്നും മത്തി എന്ന് വിചാരിക്കും. സത്യം പറയിച്ചാൽ ഞാൻ ലൈവിലൊക്കെ എല്ലാവരും എന്താ കറി ചോദിക്കുമ്പോൾ മത്തി മത്തി മത്തി. കാരണം മത്തി നായക്കുട്ടികളൊരു ഇഷ്ടം കൂടി കണക്കിലെടുത്തിട്ട് വാങ്ങണതാണ് കേട്ടോ. നമ്മൾ മനുഷ്യർക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കി തന്നു, ഒരു ഉപ്പേരി ആയാലും പപ്പടമോ കോഴിമുട്ട എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ. പക്ഷേ നായക്കുട്ടിക്ക് മത്തി ഇല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. അതുകൊണ്ട് അധികവും മത്തി തന്നെയാണ് വാങ്ങൽ, ചെറുതായാലും വലുതായാലും ഒക്കെ. അപ്പോഴേക്കും ഒരു സംഭവം നടന്നു ഗൈസ്. പച്ചമുളക് അരിഞ്ഞ കൈ കൊണ്ട് കണ്ണൊന്ന് ചൊറിഞ്ഞതാ, വല്ലാത്ത ജാതി ചൊറിച്ചിലായിപ്പോയി. അതപ്പോഴാണ് മുഖമൊക്കെ കഴുകി വന്നതാട്ടോ. കുറേ നേരമായി മുഖത്തൊക്കെ വെള്ളം ഒഴിക്കണ്. അപ്പം നമ്മളെ മുഖത്തുനിന്ന് പൊട്ടൊക്കെ പോയി. അമ്മാതിരി കഴുകലാണ് ഞാൻ കഴുകിയത് കേട്ടോ. അപ്പോൾ കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇങ്ങനെ ഉണ്ടാവലില്ല കേട്ടോ. ഞാൻ എന്തോ അബദ്ധവശാൽ ചെയ്ത പരിപാടിയാന്ന് തോന്നുന്നുണ്ട് ഇത്. അപ്പോൾ എന്തായാലും കണ്ണൊക്കെ ഏകദേശം റെഡി ആയപ്പോൾ ഞാൻ വീണ്ടും കറീൻ്റെ പണിയിലേക്ക് നിന്നിട്ടോ. കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് അത് ഒന്നുകൂടി വഴറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഉലുവയും കാര്യങ്ങളൊക്കെ അതിൽ വഴന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൽ തക്കാളി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചീൻ്റെ പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അത് ഇന്നാൾ വാങ്ങി കൊണ്ടുവന്നത് ഇനി, അതുകൊണ്ട് ഞാൻ ഇന്ന് ചതച്ചിട്ടിട്ടില്ല. അതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്ത് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഇല്ല, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മീൻ മസാല ഉണ്ട് കേട്ടോ. ഫിഷ് മസാല ഇല്ലേ, അത് ഇവിടെ ഉണ്ടാവലുണ്ട് കേട്ടോ. ഞാൻ വാങ്ങിപ്പിക്കും സിനുവേട്ടനെ കൊണ്ട്. അപ്പം അതും കൂടി കുറച്ച് ഇട്ട് കൊടുത്ത് കുറച്ച് പുളിവെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചേ കറി ഉണ്ടാക്കണുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല. ഉച്ചയ്ക്ക് നായ്ക്കുട്ടികൾക്ക് എനിക്കും പിന്നെ രാത്രിത്തേക്ക് ഉണ്ടാവും എന്തായാലും. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് കോഴിമുട്ടയൊക്കെ ഉണ്ട്, എന്തെങ്കിലും ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നായ്ക്കുട്ടികൾക്ക് മാത്രമാണ് പ്രത്യേകിച്ച് മീൻ കറി വേണ്ടത്. ഞങ്ങളെന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പം ഇനി വൈകുന്നേരം മീൻ കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ മീനെടുത്ത് പൊരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. അപ്പം ഞാൻ അതിലേക്ക് കുറച്ചതാ വെള്ളം ഒഴിച്ച്, പുളിവെള്ളവും വെള്ളം ഒഴിച്ചിട്ടോ. ഇനി അതൊക്കെ തിളച്ച് വന്നിന് മീനിട്ട് കൊടുക്കണ്ടേ. നല്ല മത്തി കേട്ടോ, നല്ല ടേസ്റ്റുള്ള നല്ല ഉരുണ്ട മത്തി എന്നൊക്കെ പറയില്ലേ, നീളം മത്തി അല്ലാതെ ഒരു ഉരുണ്ട മത്തി. ആ നീളം മത്തിക്കൊക്കെ ഒന്നും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. ഒരു പ്രത്യേകത, വാല് വെന്ത് വരുന്ന സമയത്ത് വാലിൻ്റെ അവിടെ നിന്ന് അതിൻ്റെ ഇറച്ചി അങ്ങോട്ട് പൊന്തി വരും. ആ മത്തി നമുക്ക് ഒന്നിനും കൊള്ളാത്ത മത്തിയാണ്. അപ്പോൾ ഇതാ കറി കുറച്ച് തന്നെ വെക്കണുള്ളൂ. മീനൊക്കെ അതിലേക്കൊന്ന് താത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മത്തിയാണ്, നടുമുറിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കറിയൊക്കെ സെറ്റായി കുറുകി സെറ്റായി വെന്ത് റെഡിയായിന്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇന്ന് മത്തി ആയതുകൊണ്ട് തന്നെ എൻ്റെ മോന് വല്ലാണ്ട് ചോറിനോടൊന്നും ആവേശം ഉണ്ടാവില്ല. പിന്നെ അവന് വേണ്ടിയിട്ട് പപ്പടം ഉണ്ടാക്കൂ,
അപ്പോൾ പപ്പടവും ഇതിൻ്റെ ലേശം കറി മാത്രം കൂട്ടി ആൾ ചോറ് തിന്നും, മത്തി കൂട്ടൂല. അപ്പോൾ ഞാൻ അവിടെ വെള്ളമൊക്കെ തിളച്ചിന് കേട്ടോ. അതിന് മുന്നേ തന്നെ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കിയതാണ് ഗ്യാസുമ്മൽ വെച്ചിട്ട്. ചോറിൻ്റെ വെള്ളം തിളക്കിയിട്ടുണ്ട്. അപ്പോൾ രാത്രിത്തേക്കും ഉച്ചക്കത്തേക്കും കൂടിയുള്ള അരി ഇടുകയാണ്. പിന്നെ നായ്ക്കുട്ടിയേക്കും കൂടി കണക്കാക്കിയിട്ട് കേട്ടോ അരി എടുക്കുക. അപ്പോൾ ഇത് റേഷൻ കടയിലെ അരിയാണ്, അതുകൊണ്ടാണ് ഒരു സേറും കുറച്ചും എടുക്കും കേട്ടോ. അപ്പോൾ ഈ അരസേറ് ആർക്കെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ ഗൈസ്? ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതാട്ടോ. മുളയാണ് കേട്ടോ സാധനം. ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം. ഇതിന് ചെറിയൊരു പൊട്ടൊക്കെ ഉണ്ട്, എന്നാലും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ അരി ഒന്ന് ചേറിയെടുക്കട്ടെ. കുറച്ച് നെല്ലൊക്കെ ഉണ്ടാവും. ചില ദിവസം ഒരു പ്രത്യേകതയാണല്ലോ, നെല്ല് അരി അടിയാവും തോറും ചിലപ്പോൾ നെല്ലൊക്കെ ഉണ്ടാവും. എന്നാലും നല്ല കുഴപ്പമില്ലാത്തൊരു അരിയായിട്ടത്. സൂപ്പർ അരിയാണ്. റേഷൻ കടയിലെ അരിയാണ് ഇവിടെ ഏറ്റവും ഇഷ്ടം എല്ലാവർക്കും. മറ്റേ അരി ഉണ്ട്, ചാക്കരി പൊട്ടിച്ചതുണ്ട്. ഇത് തീരുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു 5-6 ദിവസമൊക്കെ അതിട്ട് വയ്ക്കും. പക്ഷെ അതിട്ട് വയ്ക്കുമ്പോൾ എനിക്ക് യാതൊരു സമാധാനം ഉണ്ടാവില്ല. കാരണം എനിക്ക് ഈ റേഷൻ കടയിലെ അരിയല്ലാത്ത മറ്റേ അരിയിനോട് തീരെ ഇഷ്ടമില്ല. അങ്ങനെ ഇതുണ്ടാകുമ്പോൾ എനിക്ക് നല്ല സമാധാനമാണ്. അതുമല്ല എവിടെയെങ്കിലും പോവാൻ ഉണ്ടെങ്കിൽ വേഗം ചോറ് റെഡിയാവും ചെയ്യും. നമ്മളൊരു 10 മണിക്ക് 10 മണിക്ക് ചോറ് വെക്കാൻ നിന്നാലും ഒരു 11:30 ആകുമ്പോഴേക്ക് ചോറാവും ചെയ്യും. നായ്ക്കുട്ടിയേക്കും പെട്ടെന്ന് കൊടുക്കുക. അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പൊട്ട് കൈമിലുള്ളത് ഓർമ്മയില്ലേ ഇനി, അത് കിട്ടിയപ്പോൾ ഞാൻ അതൊന്ന് നെറ്റിമിൽ ഒട്ടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ചോറിൻ്റെ കാര്യം. ഈ ചോറാകുമ്പോൾ പെട്ടെന്ന് വേവാനും വിറക് ലാഭവും ഒക്കെയാണ്. അപ്പോൾ നായ്ക്കുട്ടിയേക്കും പെട്ടെന്ന് ചോറ് കൊടുക്കുക. നേരം വൈകി വെച്ചാലും മതി. മറ്റേതാകുമ്പോൾ നമ്മൾ നേരത്തെ ചോറിന് വെള്ളവും വെക്കണം, അരി ഇടവും വേണം, എന്നാലേ ഉച്ചയാകുമ്പോഴേക്ക് സാധനം വെന്ത് കിട്ടുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഇഷ്ടം കേട്ടോ. ഈ അരിനോടാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുപ്പിൻ്റെ സൈഡിൽ എന്താ വിറക് ഇങ്ങനെയെന്നൊരു തോന്നലുണ്ടാവൂലേ. അമ്മ കമ്പനിയിൽ നിന്ന് കൊണ്ടുവരുന്ന കുഞ്ഞു കുഞ്ഞു മുട്ടി വിറകാണ് കേട്ടോ അതൊക്കെ. പിന്നെ മറ്റേ വിറക് നമ്മൾ വാങ്ങിയതാണ് അടുപ്പിൽ വെച്ച് കൊടുത്തത്. ആ മുട്ടി വിറക് പച്ചയാണ് കേട്ടോ. അവിടെ വെച്ച് കൊടുക്കണത് എന്താ വെച്ചാൽ അടുപ്പിൻ്റെ ചൂട് തട്ടിയിട്ട് അത് നീര് വലിയും. അത് നീര് വലിഞ്ഞാൽ പിറ്റേന്ന് തൊട്ട് ഞാനതെടുത്ത് കത്തിക്കൽ തുടങ്ങും കേട്ടോ. അമ്മ പറയും ഈ പച്ച വിറക് എങ്ങനെയാണ് കത്തിക്കുക? ഞാൻ പറയും അതവിടെ വെച്ചിട്ട് നീരൊക്കെ വറ്റിയിട്ടുണ്ടെങ്കിൽ എടുത്ത് ഞാൻ അപ്പം തന്നെ കത്തിക്കലുണ്ട് കേട്ടോ. ഞാൻ നല്ല അടിപൊളിയായിട്ട് അത് അവിടെ വെച്ച് ഉണക്കി അത് അടുപ്പിലിട്ട് കത്തിക്കും. എനിക്ക് അതൊക്കെ കുറച്ച് എന്താ പറയുക തയക്കമുള്ള കാര്യമാണ്. അപ്പോഴേക്കും നമ്മൾ ചോറ് അവിടെ വേവട്ടെ. ഞാൻ കുറച്ച് തുണി രാവിലെ പുതർത്തി വെച്ചണ്. എന്നാണെങ്കിൽ കറണ്ടും ഇല്ല. മിഷീനിലിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കറണ്ടും ഇല്ല. 8 മണിയാകുമ്പോൾ കറണ്ട് പോയതാണ്. കറണ്ട് വന്നത് ഒരു 12 മണിയൊക്കെ ആവാൻ നേരത്താണേ. അപ്പോൾ നന്ദമോളെ ഷർട്ടും ട്രൗസറുമാണ്. ഷർട്ട് ഇന്നലെ കോളേജിലേക്ക് ഇട്ടതും ട്രൗസറൊക്കെ വീട്ടിൽ നിന്ന് ഇടുന്നതൊക്കെയാണ്. ഒരു 1/2 ബക്കറ്റോളം ഉണ്ട് തിരുമ്പാനായിട്ട്. അപ്പോൾ അത് കുറച്ച് അരി തിളയ്ക്കുമ്പോഴേക്ക് കുറച്ച് കുത്തിയിടട്ടെ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. ചോറിന് വെള്ളം വെച്ചിട്ട് തിരുമ്പാൻ ഇങ്ങോട്ട് ഇറങ്ങും. പിന്നെ അരി ഇട്ടാൽ ഒന്ന് തിരുമ്പാൻ ഇറങ്ങും. അങ്ങനെ ആകുമ്പോഴേക്കും എൻ്റെ അടുക്കള പണികളൊക്കെ കഴിയും കേട്ടോ. എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. ഒരു പണീൻ്റെ ഇടയിൽ കൂടെ വേറൊരു പണിയൊക്കെ എടുത്തിട്ടല്ലേ ഒരു ദിവസത്തെ കാര്യങ്ങൾ പോണത്. എല്ലാ വീട്ടിലും രാവിലെ മുതൽ തിരക്ക് തന്നെ അല്ലേ. വീട്ടിലുള്ളവർക്കും ജോലിക്ക് പോണവർക്കും ഒക്കെ തിരക്ക് തന്നെ. നമ്മൾ ഒരുപാട് പിടിപ്പത് പണികളൊക്കെ എടുത്തിട്ടാണ് ഒരു ദിവസം കടന്നു പോണതല്ലേ. പക്ഷെ ഒരുപാട് പേർക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും നമ്മളെ വീടിൻ്റെ ബാക്കിൽ ആ മതിലൊക്കെ കെട്ടിയാണ് കേട്ടോ. ഇത് ഞാൻ ഷോർട്സൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഞാൻ തിരുമ്പളേൻ്റെ അടുത്ത് തന്നെയാണ് ഈ മതിലുള്ളത്. അപ്പോഴേക്കും ഞാൻ ചോറിൻ്റെ അടുത്തേക്കൊന്ന് വന്ന് നോക്കിയപ്പോൾ നമ്മളെ ചോറ് വെന്തിണ് കേട്ടോ. ഇനി ഞാൻ ചോറൊന്ന് ഊറ്റിയെടുക്കണം. കറി ആയിണല്ലോ. നേരത്തെ ഞാൻ കറി വെച്ച്. ഇന്ന് ഉപ്പേരി മീൻ പൊരിക്കാനും ഒന്നുമില്ല കേട്ടോ. കർമൂസ എന്നും ഉപ്പേരി വെച്ചാൽ മക്കളെടുത്ത് ഇന്നെ എറിയും വിടുന്ന്. അതുകൊണ്ട് ഞാൻ കർമൂസ ഉപ്പേരി ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. എന്നും ഉണ്ടാക്കിയാൽ അതൊരു സുഖമില്ല. എപ്പോഴേലൊക്കെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് പിന്നെ പകൽ ഇവിടെ ആരുമില്ല, മക്കളൊന്നുമില്ല, അബിയില്ല, നന്ദും ആരുമില്ല. ഓരുണ്ടെങ്കിൽ പിന്നെ കർമൂസ ഉപ്പേരിയാണെങ്കിൽ വലിയ ഇഷ്ടവുമില്ല. എൻ്റെ അബിക്ക് വലിയ താല്പര്യമില്ല. നന്ദുമോള് കുറച്ചൊക്കെ എടുത്ത് തിന്നും. പിന്നെയും ഞങ്ങൾ 3 വലിയ ആളുകളാണ് അതൊക്കെ തിന്നിവിടെ. എന്തായാലും നമ്മൾ ചോറ് ഊറ്റിയിടട്ടെ കേട്ടോ. ഇത് ഒരു പണി തന്നെയാണ്, ഈ ചോറ് ആവലും ഊറ്റലും കാര്യങ്ങളും ഒക്കെ. ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ പണി കഴിഞ്ഞിട്ട് ലൈവ് ഇടണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണിത് ചെയ്യുന്നത്. പിന്നെ വിചാരിച്ചു എന്താ പറയുക, ഒന്ന് വ്ളോഗ് ഇടാം, ഒന്ന് ഉച്ചയ്ക്ക് ലൈവ് ഇല്ലാതെ ഒരു വ്ളോഗ് ഇട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു പണിക്ക് നിന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ വ്ളോഗൊക്കെ ഇടുമ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെന്തായാലും കാണുന്നത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇനി നമ്മൾ അടുപ്പൊക്കെ ഒഴിഞ്ഞിട്ടാൽ ഇനി ആ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിടണം. രാത്രി ചൂടുവെള്ളം കുടിക്കണ്ടേ, എപ്പോഴും ചൂടുവെള്ളം കുടിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കുന്നുണ്ട്.
ഇതിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചായയ്ക്കും ജഗ്ഗിലൊക്കെ നിറയ്ക്കാൻ സുഖാട്ടോ. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ അടുപ്പത്ത് വെച്ചിടുന്നത്. ഈ അടുപ്പിന് നല്ല ചൂടാണല്ലോ. വേണമെങ്കിൽ കുറച്ച് ഒരു 2 ചേരിയും കൂടി അങ്ങോട്ട് വെച്ച് കൊടുത്താൽ പിന്നെ കുഴപ്പമില്ല, ഉഷാറായിട്ട് അതവിടെ കിടന്ന് ചൂടായിക്കോളും. അപ്പോഴേക്കും നമ്മൾ ചോറ് ഊറ്റലും എല്ലാ കാര്യങ്ങളും കഴിയും. കുറച്ച് തുണിയും കൂടി ഉണ്ട് ഇനി കഴുകാനായിട്ട്. അതും കൂടി കഴുകി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇന്നത്തെ ഏകദേശം പണി കഴിഞ്ഞ്. പിന്നെ ഈ വെച്ചുണ്ടാക്കിയ കുറച്ച് പാത്രങ്ങളും കൂടി കഴുകാനുള്ളൂ കേട്ടോ. അതും കൂടി കഴുകിയ പിന്നെ കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നായ്ക്കുട്ടികൾക്ക് ചോറും കൊടുത്താൽ അത്യാവശ്യം ഇന്നത്തെ ജോലികളൊക്കെ കഴിയും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ. നമ്മളെ ചോറ് റെഡിയായിന്, കറി ഇവിടെ റെഡിയായിന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കാം. എൻ്റെ മോന് ഇതുവരെ എണീച്ചിട്ടില്ല. പപ്പടവും പുട്ടും ഒക്കെ ഇപ്പോഴും അതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾ എണീച്ച് ഇനി അതൊക്കെ തിന്നാൻ വേണ്ടി എപ്പോഴാണ് വരികയെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണേ. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ബൈ, സീ യു.